ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന ഇറാൻ. ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 8 അമേരിക്കൻ സൈനികർ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ആക്രമണം തുടരുന്നതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി UAE പ്രസിഡന്റ് ചർച്ച നടത്തി. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, ഈ ഒരു ഗൾഫ് രാജ്യങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ പറയുകയുണ്ടായെങ്കിലും അതിനു പിന്നാലെ തന്നെ വീണ്ടും ഈ ഒരു ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഗൾഫ് മേഖലയിലേക്ക് ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഈ ഒരു ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 8 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൗദിയിലുള്ള ഒരു അമേരിക്കൻ സൈനികൻ കൂടെ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു പുതിയൊരു വിവരമാണ് ലഭിക്കുന്നത്. അതായത് ഇദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു, അതിനുശേഷമാണ് മരിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ ഒരു സൈനികൻ്റെ പേര് വിവരങ്ങൾ ഇതുവരെയായും US സൈന്യം പുറത്തു വിട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ ഒരു ബന്ധുക്കളെ ഈ ഒരു സൈനികൻ കൊല്ലപ്പെട്ട ഒരു വിവരം അറിയിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പേര് വിവരങ്ങൾ പുറത്തു വിടൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുന്ന എണ്ണം കൂടുകയാണ്. അതിലിപ്പോൾ 8 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരങ്ങളാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഒരു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു എപ്പിക് ഫ്യൂറി, അതായത് ഈ ഒരു ഇറാനെതിരെയുള്ള സൈനിക നീക്കം, അതിന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് അമേരിക്ക പേരിട്ടത്. ഈ ഒരു അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാനെതിരെ തുടർന്നതിന് ശേഷം അല്ലെങ്കിൽ ആരംഭിച്ചതിന് ശേഷം ഇറാൻ്റെ ആക്രമണത്തിൽ, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തിൽ ഇതുവരെ 8 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്നലെ കുവൈറ്റിൽ 2 സൈനികർ, കൃത്യനിർവഹണത്തിനിടെ 2 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ സൗദിയിൽ ചികിത്സയിലായിരുന്ന ഒരു സൈനികൻ കൂടെ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതിനാൽ ഇറാന് ശക്തമായ ഒരു തിരിച്ചടി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടെ ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുകയാണ്. ട്രംപിൻ്റെ അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളൊരു തിരിച്ചടി ശക്തമാക്കും എന്നുള്ളൊരു കാര്യം കൂടെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള തിരിച്ചടിയും ശക്തമാക്കും എന്നുള്ളൊരു കാര്യമാണ്, റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ പ്രധാനമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു റിപ്പോർട്ടുകൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു. അതിനുശേഷം തന്നെ ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ഈ ഒരു ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഒരു അമേരിക്കൻ സൈനികൻ, ചികിത്സയിലായിരുന്ന ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടു എന്നാണ് വരുന്നത്. മാർച്ച് 1 ഇത്തരത്തിൽ ഈ ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൗദി അറേബ്യയിലെ US സൈനിക കേന്ദ്രത്തിന് നേരെ നടത്തിയ ഒരു ആക്രമണത്തിലാണ് ഈ ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇറാൻ്റെ സൈനിക നീക്കത്തിന് നേരെയുള്ള ഈ ഒരു ആക്രമണമായ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിന് ശേഷമുള്ളൊരു 8ാമത്തെ ഒരു സൈനികൻ്റെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും മാത്രമല്ല, ഇസ്രയേലിലും ഇതുപോലെ സൈനികരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ ഒരു വടക്കൻ ഇസ്രയേലിലെ അതിർത്തികളിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 2 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഈ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും വലിയ തോതിൽ ആക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടും അടക്കം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണം തുടരുന്നതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു UAE പ്രസിഡന്റുമായി ചർച്ച നടത്തി എന്നുള്ളൊരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആണ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. അതിൽ ഈ ഒരു യുദ്ധമടക്കം ചർച്ചയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ UAEയും മറ്റ് രാജ്യങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളടക്കം ചർച്ചയായി എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്. അതുപോലെ ഇതിനു മുന്നേ തന്നെയും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന സമയത്തും ഈ തരത്തിൽ ഈ ഗൾഫ് രാജ്യത്തെ ഭരണകൂടങ്ങളിലെ ഈ ഒരു ട്രംപ് ഫോണിൽ വെച്ച് നേതൃത്വത്തെ ഫോണിൽ വെച്ച് സംസാരിച്ചിരുന്നു. അതായത് ഇറാനെ നേരിടാനുള്ള എപ്പോഴും ഈ ഒരു ഇറാനെ നേരിടാനുള്ള പിന്തുണ ഈ ഒരു ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള, അല്ലെങ്കിൽ പിന്തുണയുമായി അമേരിക്ക ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഫോൺ സംഭാഷണം നീണ്ടത്. ഇപ്പോൾ ഈ ഒരു UAE പ്രസിഡന്റ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ചർച്ച നടത്തിയെന്നുള്ള ആ വിവരങ്ങളാണ് പുറത്തു വരുന്നത്.
ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരം. ഈ ഒരു ആക്രമണം ഇപ്പോഴും ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും അതുപോലെ ഇറാനിലാണെങ്കിലും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാഗ്ദാദിൻ്റെ തെക്കൻ അൽ ഇലം പരിസരത്തുള്ള ഒരു വീട്ടിൽ ഡ്രോൺ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ ഡ്രോൺ വീണ് അവിടെ തീപിടുത്തമുണ്ടായെന്നുള്ളൊരു വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. അതിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും കൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ട സൈനികൻ്റെ എണ്ണം 8 ആവുകയും മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഇറാനിലെ ആക്രമണം ഈ ഒരു എണ്ണ ഡിപ്പോകൾ അല്ലെ എണ്ണ ശുദ്ധീകരണ ശാലകൾ കേന്ദ്രീകരിച്ചാണ് ഇറാനിലേക്കുള്ള ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇറാനിലെ കറാച്ച് നഗരത്തിലെ ഒരു എണ്ണ ഡിപ്പോയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം നടന്നിരുന്നു. അതിൽ തന്നെ വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും ആ ഒരു പരിസരത്ത് ഈ വിഷപ്പുക പടരുകയും ചെയ്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഒരു വിഷപ്പുക മണിക്കൂറുകൾ ഈ ഒരു വിഷപ്പുക പുറത്തു വന്നു അല്ലെ പടർന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ എണ്ണ ഡിപ്പോകൾ അല്ലെ എണ്ണ ശുദ്ധീകരണ ശാലകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല ഈ ഒരു ഇസ്രായേൽ കൂടുതൽ തെക്കൻ പട്ടണങ്ങൾ ആക്രമിച്ചതിനെ തുടർന്ന് 1.5 ദശലക്ഷത്തിലധികം ആളുകളെ നിർബന്ധിതമായി കുടിയിറക്കിയതായി ലെബനൻ പറയുന്നുണ്ട്. അതായത് അതിൽ ഈ കുടിയിറക്കിയതിൽ 83 കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് ഒരു 394 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. മാത്രമല്ല സൗദി അറേബ്യയിലെ അൽ ഗർജിൽ ഒരു സെൻട്രൽ ഗവർണറേറ്റിൽ അതായത് ജനവാസ മേഖലയിൽ പ്രൊജക്ടൈൽ പതിച്ചതിനെ തുടർന്ന് 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ 12 പേർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു വിവരം കൂടെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇറാഖിലെ എർബിലിൽ സ്ഫോടന ശബ്ദം കേട്ടതായും അത്തരത്തിൽ പലയിടങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഘർഷം പരിഹരിക്കുന്നതിനായി ഈ ഒരു അറബ് ലീഗ് കൗൺസിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള ചർച്ചകളും ഈ ഒരു ആക്രമണം തുടരാതിരിക്കാൻ അല്ലെ ആക്രമണം നിർത്താനുള്ള ചർച്ചകളും ഇപ്പോൾ ഇതിനിടയിൽ ഒരു ആക്രമണം തുടരുന്നതിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം മുന്നേ വന്നിരുന്നു. അതായത് ഇറാൻ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞതായുള്ളൊരു റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ആക്രമണം ഉണ്ടാവില്ല. എന്നാൽ പിന്നീട് ആ ഒരു റിപ്പോർട്ട് പാടെ തള്ളുകയായിരുന്നു. അങ്ങനൊരു കാര്യം പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യമാണ് പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോഴും ആക്രമണം ഇറാനിലാണെങ്കിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദീപ്തി, തീർച്ചയായും ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 8 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി UAE പ്രസിഡന്റ് ചർച്ചയും നടത്തിയിരുന്നു. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.